നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം മുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു ട്രോൾ മെറ്റീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF അധികാരം പിടിക്കുന്നു, അതിനുശേഷം വലിയ ആഘോഷങ്ങൾ നാടെങ്ങും അണികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വനിതാ നേതാക്കളെ, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ ഉള്ളവരെ അവർ എത്തുമ്പോൾ ഇങ്ങനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ചെറിയാൻ ഫിലിപ്പിന് നേരെ നടക്കുകയാണ്. നമ്മൾ ഇതിനു മുൻപ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രവൃത്തി നമ്മൾ വലിയ രീതിയിൽ വിമർശിച്ചതാണ്. ഒരിക്കലും ഒരു നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ആരിൽ നിന്നാണെങ്കിലും ഒരു പുരുഷനിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടി. കാരണം ആ മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവെക്കുമ്പോൾ അവർ മാറുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ചേർത്ത് പിടിക്കുകയാണ്. അന്ന് നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ വിമർശിച്ചിരുന്നു. പക്ഷേ അതിലും കൈവിട്ടൊരു കളിയായിപ്പോയി. കാരണം ചെറിയാൻ ഫിലിപ്പ് ഈ ബിന്ദു കൃഷ്ണയൊക്കെ പിറകിലേക്ക് മാറുമ്പോഴും വീണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതൊരു മോശം പ്രവൃത്തിയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് നേരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ശരിക്കും എന്താണ് അതിൽ സംഭവിച്ചത്? ചെറിയാൻ ഫിലിപ്പ് അങ്ങനെ ഒരു മോശ രീതിയിലാണോ അവരെ കടന്നു പിടിച്ചത്? സുരേഷ് ഗോപി അല്ല ചെറിയാൻ ഫിലിപ്പ്, അതവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപിയും അന്നൊരു മോശാർത്ഥത്തിലൊന്നും ആയിരുന്നില്ല അവരെ പിടിച്ചത്. പക്ഷെ ചെറിയാൻ ഫിലിപ്പിനെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. 71 വയസ്സുള്ള ഒരു വൃദ്ധനാണ് അദ്ദേഹം. വലിയ സന്തോഷത്തിലായിരുന്നു. ഈ KPCC ആസ്ഥാനത്തേക്ക് കടന്നു വരുന്ന MLA-മാരെ സ്വീകരിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു, അവരെ ആലിംഗനം ചെയ്യുന്നു. നമുക്ക് രണ്ട് തലത്തിൽ ഈ സംഭവത്തെ എടുക്കാം. ഒന്ന്, ബിന്ദു കൃഷ്ണയും ചെറിയാൻ ഫിലിപ്പും തമ്മിലുള്ള ഒരു വിഷ്വലിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചർച്ച. മറുവശത്ത് അവിടെ സംഭവിച്ച മുഴുവൻ സ്വീക്വൻസും മനസ്സിലാക്കിയുള്ളൊരു ചർച്ച. ഒരു പക്ഷേ ബിന്ദു കൃഷ്ണയും ചെറിയാൻ ഫിലിപ്പും മാത്രമുള്ള സ്വീക്വൻസ് എടുത്താൽ ആർക്കും ഒരു അസ്വസ്ഥത തോന്നാം. കാരണം ബിന്ദു കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ചെറിയാൻ ഫിലിപ്പ് ആലിംഗനം ചെയ്യാനെത്തിയത്, ഹഗ് ചെയ്യാനെത്തിയത്. അത് നമുക്ക് അംഗീകരിക്കാം. അതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിൽ മറ്റൊരു പുരുഷൻ തൊടുന്നത് ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു, അല്ലെങ്കിൽ അതിന് പിടികൊടുക്കാതെ പിറകോട്ട് മാറുന്നു. മറുവശത്ത് ഈ ചെറിയാൻ ഫിലിപ്പ് അന്ന് അവിടെ എത്തിയ എല്ലാ നേതാക്കളെയും ചേർത്ത് പിടിക്കുന്നു. അതിൽ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഓരോരുത്തരും ആലിംഗനം ചെയ്യുന്നു. ചില പുരുഷ MLA-മാരൊക്കെ മുഖത്ത് ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു അമിത ആവേശം, അമിത വികാരമൊക്കെ നമുക്കവിടെ പ്രകടമായി കാണാം. പിന്നീട് ചെറിയാൻ ഫിലിപ്പിലേക്ക് വരുമ്പോൾ ഞാൻ വെറുതെ പറയുന്നില്ല, അദ്ദേഹം ഒരു സന്യാസ സമാനമായ ജീവിതം നയിക്കുന്നയാളാണ്. 71 വയസ്സ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. ഈ പുതുതലമുറയ്ക്ക് ചെറിയാൻ ഫിലിപ്പിനെ അത്ര കണ്ട് അറിയില്ല. ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്ന ആദ്യ ദിവസം മുതൽ തന്നെ ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് കേൾക്കുന്നു, ചെറിയാൻ ഫിലിപ്പിനെ അറിയാം, ചെറിയാൻ ഫിലിപ്പുമായി അന്ന് മുതൽ സംസാരിക്കാറുണ്ട്, ഒരു സൗഹൃദം സൂക്ഷിക്കാറുണ്ട്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു വല്ലാത്ത രാഷ്ട്രീയ ചരിത്രമാണ്. തിരുവനന്തപുരത്ത് കുന്നൂഴിയിലായിരുന്നു താമസം. അന്ന് AK ആൻ്റണിയുമായുള്ളൊരു ചങ്ങാത്തം. AK ആൻ്റണിയെ സംബന്ധിച്ച് AK ആൻ്റണി അന്ന് ആദർശത്തിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അന്ന് ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറയും, AK ആൻ്റണിയുടെ ആദർശം ചെറിയാൻ ഫിലിപ്പ് എഴുതി കൊടുക്കുന്ന ആ പത്രപ്രസ്താവനകളിലൂടെയും ചെറിയാൻ ഫിലിപ്പിൻ്റെ ഉപദേശങ്ങളിലൂടെയുമാണെന്ന്. AK ആൻ്റണിയെ അന്ന് ഒരു മാതൃകാ നേതാവായി കണ്ട ഒട്ടനവധി യുവനേതാക്കളുണ്ടായിരുന്നു കേരളത്തിൽ. ഈ ആദർശം അതൊരു വല്ലാത്ത അസ്ഥിയെ പിടിച്ച സംഭവമായിരുന്നു കാലഘട്ടം. AK ആൻ്റണി ആദ്യ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചിരുന്നില്ല, പണത്തോട് താല്പര്യം കാട്ടിയിരുന്നില്ല, ലളിത ജീവിതം നയിക്കും, ബസ്സിൽ കയറി യാത്ര ചെയ്യും. സമാനമായി MLA ഹോസ്റ്റലിലെ ക്യാൻറ്റീനിലൊക്കെ പോയി ഭക്ഷണം കഴിക്കും, സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കും. അതുപോലെ തന്നെയാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ജീവിതം. ചെറിയാൻ ഫിലിപ്പിൻ്റെ വീട്ടിൽ AK ആൻ്റണി, ഉമ്മൻചാണ്ടിയും ഒക്കെ ഭക്ഷണം കഴിക്കാനെത്തും. ഒരു വളരെ സാധാരണത്വമുള്ളൊരു ജീവിതം. ചെറിയാൻ ഫിലിപ്പ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ SFI ആയിട്ടുള്ളൊരു സമരം, അത് ചെറിയാൻ ഫിലിപ്പിൻ്റെ 2ാം നിലയിൽ നിന്ന് അവർ താഴേക്ക് എടുത്തിടുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദനയായി. ചെറിയാൻ ഫിലിപ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ആക്രമണമാണ് തൻ്റെ വിവാഹ ജീവിത സ്വപ്നങ്ങൾ നശിപ്പിച്ചതെന്ന്. അത്ര ക്രൂരമായ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ ആക്രമണത്തിന് പിന്നാലെ ചെറിയാൻ ഫിലിപ്പ് ഒരു പ്രതിജ്ഞയെടുത്തു, താൻ വിവാഹം കഴിക്കില്ല. കാരണം വിവാഹം കഴിച്ച് ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്നായിരുന്നു അദ്ദേഹം കരുതി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർജവം, ആശയം, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പിന്നീട് നമുക്കറിയാം, പലരും ചെറിയാൻ ഫിലിപ്പിനെ ട്രോളും. കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് പോയി,
പിന്നീട് തിരികെ കോൺഗ്രസിൽ വന്ന് കയറി എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹം ആദ്യ കാലഘട്ടം മുഴുവൻ ആൻ്റണിക്കൊപ്പം തൻ്റെ രാഷ്ട്രീയ ജീവിതം സമർപ്പിച്ചു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഒരു കാലഘട്ടമാകുന്നതിന് മുൻപ് തന്നെ ഉമ്മൻചാണ്ടിക്ക് ചില ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയാമ്പലിപ്പോയി. ഈ ആൻ്റണിയുമായുള്ള ഒരു ചങ്ങാത്തം കാരണം ഉമ്മൻചാണ്ടിയും അധികാരം സ്വപ്നം കാണുന്നൊരു രാഷ്ട്രീയ നേതാവ് തന്നെയാണല്ലോ. ഉമ്മൻചാണ്ടിയുമായുള്ള ഈ പേഴ്സണൽ പ്രശ്നങ്ങൾ ചെറിയാമ്പലിപ്പിനെ കോൺഗ്രസിൽ നിന്ന് മെല്ലെ മെല്ലെ അകറ്റി. പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെറിയാമ്പലിപ്പ് എത്തുന്നു. ഇടതുപക്ഷ ചേരിയിലേക്ക് നീങ്ങുന്നു. പിണറായി വിജയൻ പൂർണ്ണമായി ചെറിയാമ്പലിപ്പിനെ സംരക്ഷിക്കുന്നു. CPM-നൊപ്പം ഒരു പതിറ്റാണ്ട് നീണ്ട യാത്ര, ഒരു പതിറ്റാണ്ടല്ല അതിൽ കൂടുതൽ CPM-നൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം ചെറിയാമ്പലിപ്പ് നിന്നു. പക്ഷേ തൻ്റെ മാതൃകുടുംബത്തിലേക്ക് മടങ്ങി വരണം. കാരണം ബന്ധങ്ങളെല്ലാം, വേരുകളെല്ലാം അവിടെയാണ്, കോൺഗ്രസ്സിലാണ്. അവിടെ ഉള്ള മുതിർന്ന നേതാക്കളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ചെറിയാമ്പലിപ്പിൻ്റെ സതീർത്ഥരായിരുന്നു, ഒപ്പം പ്രവർത്തിച്ചവരായിരുന്നു. അപ്പോൾ തിരിച്ച് ആ തറവാട്ടിലേക്ക് വരണം എന്ന് അതിഭയങ്കര ആഗ്രഹം. ഒടുവിൽ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് ചെറിയാമ്പലിപ്പ് ഇടതുപക്ഷത്ത് നിന്ന് പുറത്തിറങ്ങി തിരികെ തൻ്റെ തറവാട്ട് മുറ്റത്തെത്തി. കോൺഗ്രസ്സുകാർക്ക് വലിയ കാര്യമാണ്, എന്നും അന്നും ഇന്നും എന്നും ചെറിയാമ്പലിപ്പിന് വലിയ കാര്യമാണ്. ചെറിയാമ്പലിപ്പിൻ്റെ പഴയകാല വീരചെയ്തികൾ പലപ്പോഴും ഈ നേതാക്കളോടൊക്കെ വിസ്തരിക്കുമെന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ സ്നേഹഭാഷണങ്ങൾ മാത്രമാണ്. ഈ KPCC ആസ്ഥാനത്തിനും തൊട്ടടുത്താണ് താമസിക്കുന്നത്. ചെറിയാമ്പലിപ്പിന് തന്നെ ഒരു അമ്മാമ്മയുണ്ട്, ഒരു പ്രായമായ ഒരു വൃദ്ധയായ സ്ത്രീ. അവർക്കൊക്കെ ഒപ്പമാണ് ജീവിതം. രാവിലെ KPCC ഓഫീസിലെത്തും. ഈ ഭരണമില്ലാതിരുന്ന കാലഘട്ടത്തിലൊക്കെ KPCC-യിൽ ഒരു കാവൽക്കാരനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചുമതലക്കാരനേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെറിയാമ്പലിപ്പാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തുക വലിയൊരു സ്വപ്നമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ അദ്ദേഹം അങ്ങ് മതി പറഞ്ഞു. വേറെ ഏതോ ഒരു ഉന്മാദ ലോകത്തായിപ്പോയി. അദ്ദേഹത്തിൽ മറ്റുള്ളവരെ ആരോപിക്കുന്നത് പോലെ ഇതൊരു ലൈംഗിക ചേഷ്ടയുടെ പ്രതിഫലനമൊന്നുമല്ല. ഇതൊരിക്കലും ഒരു ലൈംഗിക ചേഷ്ടയുടെ പ്രതിഫലനമായി ഞാൻ കാണുന്നില്ല. കാരണം ചെറിയാമ്പലിപ്പിനെ അത്രയേറെ ആഴത്തിൽ അറിയാവുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു പക്ഷേ ബിന്ദു കൃഷ്ണയെ അദ്ദേഹം ഒരു ആലിംഗനത്തിന് ശ്രമിച്ചത് അപ്പോഴത്തെ ഒരു വികാരത്തള്ളിലാണ്. ബിന്ദു കൃഷ്ണ അദ്ദേഹം ആദ്യം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു, അവരൊന്ന് കുതിറി പിന്നോട്ട് മാറുന്നു. പക്ഷേ ആവേശത്തിൽ ഈ കുതിർച്ചയോ ബിന്ദു കൃഷ്ണയുടെ അനിഷ്ടമോ ഒന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ചേർത്ത് പിടിക്കാൻ പോകുന്നു. അവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത്. പക്ഷെ മറുവശത്ത് ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് ഒരു സ്ത്രീക്ക് തൻ്റെ ശരീരത്തിൽ ആര് സ്പർശിക്കണം ആര് സ്പർശിക്കേണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. മറുവശത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് താല്പര്യമില്ലാത്ത തലത്തിൽ ആരായാലും, ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പല തലങ്ങളിൽ ഈ സ്ത്രീകളുടെ പെരുമാറ്റം കാണും. ചിലപ്പോൾ ഈ ഭർത്താക്കന്മാർ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ ചെല്ലുമ്പോൾ ഭാര്യ കുതിറി മാറും. ബലമായിട്ട് നമ്മൾ വീണ്ടും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും, പിന്നെയും കുതിറി മാറും. അപ്പോൾ ഈ സ്ത്രീ അത് പ്രതിരോധിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവർക്ക് ചിലപ്പോൾ അതിന് അങ്ങനെ ഒരു ആലിംഗനം താല്പര്യമില്ലായിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് അത്തരമൊരു ആലിംഗനം താല്പര്യമില്ലായിരിക്കാം. അല്ലെങ്കിൽ ആലിംഗനത്തിനുള്ളൊരു മൂഡ് ഇല്ലായിരിക്കാം. അപ്പോൾ അവർ ബലമായി ആലിംഗനം ചെയ്യണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും ഹഗ് ഒരു കോമൺ പ്രതിഭാസമാണ്. പക്ഷെ ഹഗ് ചെയ്യാൻ ഒരു പുരുഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ വരുമ്പോൾ മറുഭാഗത്തുള്ള ആൾക്ക് ആ ഹഗ്ഗിന് വിധേയമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചിലർ ഹഗ് ചെയ്യാൻ വരുമ്പോഴേക്കും ഒരു ഷെയ്ക്ക് ഹാൻഡിലങ്ങ് നിർത്തും. അതൊരു പ്രത്യേകതരം ആക്ഷൻ. പിണറായിയുടെ ആക്ഷൻ അല്ല, മനുഷ്യരുടെ ആക്ഷൻ. അപ്പം മറ്റ് ചിലപ്പോൾ ഹഗ് ചെയ്യാൻ ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ ഹഗ് ചെയ്യാനാണ് അദ്ദേഹം വരുന്നതെന്ന് മനസ്സിലാക്കി കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓക്കെ ഒന്ന് വിഷ് ചെയ്യും. അപ്പം ഇങ്ങനെ പല തലത്തിൽ ആളുകൾ പരസ്പരം ഇടപെടും, പരസ്പരം അവരുടെ വികാരം പങ്കുവയ്ക്കും, പരസ്പരം വിഷസ് പങ്കുവയ്ക്കും. അപ്പം അതിൻ്റെ ഒരു ഭാഗമായി മാത്രം ഇത് കണ്ടാൽ മതി. ഈ ബിന്ദു കൃഷ്ണയുടെ ഈ വിഷ്വൽ, ബിന്ദു കൃഷ്ണ ചെറിയാമ്പലിപ്പിനെ പ്രതിരോധിക്കുന്നു എന്ന നിലയിലുള്ള വിഷ്വൽ മാത്രം കാണുന്ന ഒരാൾക്ക് ഇതൊരു വയോധികൻ്റെ ലൈംഗിക ചേഷ്ടയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ടാകാം. പക്ഷെ ആത്യന്തികമായി അത്തരമൊരു സംശയത്തിന് യാതൊരുവിധ ഇടവും നമുക്ക് കിട്ടില്ല. ആ മുഴുവൻ വീഡിയോ, ആ സീക്വൻസ് മുഴുവനായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ. ഇനി മറുവശത്ത് ബിന്ദു കൃഷ്ണ അതിനുശേഷം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, ചെറിയാമ്പലിപ്പിനെ നമുക്കറിയാം, ചെറിയാമ്പലിപ്പിൻ്റെ ആ ഒരു നിഷ്കളങ്ക ഭാവമാണ് നമ്മളവിടെ കണ്ടത്.
ബിന്ദുകൃഷ്ണൻ ഒന്നും പ്രതികരിക്കാത്തത് തന്നെയാണ് അതിൻ്റെ മാന്യത. എന്ത് പറയാനാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ ഇട്ട് അലക്കുന്നതിന് എന്ത് മറുപടി പറയുമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ചോദിച്ചത്. ഈ ചെറിയാൻ ഫിലിപ്പിനെ അനുകൂലിച്ച് എത്ര കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ആലിംഗനൊരു തെറ്റാണെന്ന് ചോദിച്ചിരുന്നു. പിന്നെ ചെറിയാൻ ഫിലിപ്പിനെ സംബന്ധിച്ച് ബിന്ദുകൃഷ്ണ ചെറിയാൻ ഫിലിപ്പ് അടുത്ത് വരുമ്പോൾ ചെറിയാൻ ഫിലിപ്പിന് കുറച്ച് പൊക്കം കുറവുണ്ട്. അപ്പോൾ ഈ ആലിംഗനെ പോലും അദ്ദേഹത്തിന് കൈ ഇത്തിരി ഉയർത്തിക്കൊണ്ട് പോകേണ്ടി വരും. ഇതെല്ലാം ക്യാമറ ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. ക്യാമറ ആംഗിൾ കാണുമ്പോൾ ചിലപ്പോൾ ഈ ദൃശ്യങ്ങൾക്കൊരു ചെറിയ പ്രശ്നവും കാണും. അതല്ലാതെ ഇതിനെ മറ്റൊരു തലത്തിൽ ചിത്രീകരിക്കുക, അതിൻ്റെ പേരിൽ ചെറിയാൻ ഫിലിപ്പിനെ ആക്ഷേപിക്കുക, ട്രോളുക, തല്ലിക്കൊല്ലുക, അതിക്രൂരമായി ഈ സോഷ്യൽ മീഡിയയുടെ ഈ ചെയ്ത്ത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് ഇന്ന് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നു 2 ദിവസമായിട്ട് ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, വല്ലാത്തൊരു ഷോക്കിൽ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന്. അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ല. കാരണം ജീവിതം മുഴുവൻ ആദർശ ശുദ്ധി കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യൻ, തന്നെക്കുറിച്ച് ഒരു നെഗറ്റീവ് ആരെങ്കിലും പറയരുത് എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതി വിവാഹം പോലും വേണ്ട എന്ന് വെച്ച ഒരു മനുഷ്യൻ, പൊതുപ്രവർത്തനം മാത്രമാണ് തൻ്റെ ലക്ഷ്യം എന്ന് കണ്ട് ജീവിച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുമ്പോൾ, ആക്രമിക്കുമ്പോൾ എത്രമാത്രം ക്രൂരമാണ്. ഈ ആദ്യ ദിനം ഞാൻ ഭയപ്പെട്ടു പോയി, സത്യം പറയാം. ഞാൻ ഓർത്ത് ചെറിയാൻ ഫിലിപ്പ് വല്ല അവിവേകവും കാട്ടുമെന്ന്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ജീവിതത്തേക്കാൾ അദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്നത് തൻ്റെ ഇമേജിന്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രതികരണം, ആ ഓരോ പ്രതികരണം നടത്തി കഴിയുമ്പോഴും അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കും, ആ പ്രതികരണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വരെ ഭയപ്പെടുന്ന ഒരാളാണ്. പിന്നെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലെ ഇടിച്ചു കയറി വരാനുള്ള ഒരു കഴിവൊന്നും ചെറിയാൻ ഫിലിപ്പിനില്ല. അങ്ങനെയെങ്കിൽ ഇക്കുറി എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാവില്ലേ? ചെറിയാൻ ഫിലിപ്പിന് ഒരു സീനിയോറിറ്റി വെച്ച് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? ഇടതുപക്ഷത്തേക്കൊന്ന് പോയി വന്നു എന്നുള്ളതൊന്നും ഒരു മാനദണ്ഡത്തിന് കുറവായി നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം എത്രയോ നേതാക്കൾ ഇടതുപക്ഷത്തും മറ്റുള്ള ഇടങ്ങളിൽ BJP-യിലുമൊക്കെ തിരികെ കോൺഗ്രസിൽ വന്നവരുണ്ട്. അവർക്കൊക്കെ സീറ്റ് കിട്ടുന്നു, അവരൊക്കെ മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ തരത്തിലും ചെറിയാൻ ഫിലിപ്പിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ ട്രോളുന്നവർക്ക് എന്തും ട്രോളാം, കുറ്റം പറയുന്നവർക്ക് എന്തും കുറ്റം പറയാം. ഈ ബിന്ദുകൃഷ്ണയെ ചെറിയാൻ ഫിലിപ്പ് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടെയാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ വിശ്വസിക്കത്തില്ല. അതല്ല യാഥാർത്ഥ്യം. ഇപ്പോൾ സാറ് ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വീഡിയോ കാണുമ്പോൾ ബിന്ദുകൃഷ്ണയ്ക്കും ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പുമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ബന്ധം, ആത്മബന്ധം, അതൊക്കെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ഒരാൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ അവർ പിന്മാറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നത് പോലെയാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പൊതുമണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള തെറ്റുകൾ അവരിൽ നിന്നുണ്ടാകരുത്. കാരണം ഒരു സ്ത്രീക്ക് ഒരിക്കലും അവരെ ഇങ്ങനെ കയറി പിടിക്കാൻ ചെല്ലുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ ഹഗ് ചെയ്യാൻ ചെല്ലുന്നതോ ഇഷ്ടമായിരിക്കില്ല. അവിടുത്തെ ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്, അതിലേറെ പ്രവർത്തകർ ഒരുപാട് നിൽക്കുന്നു. ചെറിയാൻ ഫിലിപ്പിന് നേരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം വലിയ എതിർപ്പുകൾ ഉയരുന്നത് ഒരുപക്ഷെ ഈ കോൺഗ്രസിലുള്ളവർക്കും UDF-ലുള്ള പുതിയ പിള്ളേർക്ക് പോലും ചെറിയാൻ ഫിലിപ്പ് ആരാണ് എന്നറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്നവരാരും ചെറിയാൻ ഫിലിപ്പിന്റെ ചരിത്രം ആ സമയം ചിന്തിക്കാൻ പോകില്ലല്ലോ. അവർ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക എന്നുള്ളൊരു രീതിയാണ്. സാറിപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയ എല്ലാവരെയും തല്ലിക്കൊല്ലരുതെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ ഒരു CPM-ന്റെയോ BJP-യുടെയോ നേതാവായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ആയിരിക്കുമോ സംസാരിക്കുക? അല്ല, ഇതിന് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മറുപടി. ചെറിയാൻ ഫിലിപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യം, അത് തന്നെയാണ് എൻ്റെ ബോധ്യം. മറ്റൊന്ന്, ചുറ്റോടുചുറ്റിയ ക്യാമറ, അത്തരമൊരു സാഹചര്യത്തിൽ ചെറിയാൻ ഫിലിപ്പ് മതി മറന്ന് ഇങ്ങനൊരു അഭിവേഗം കാട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് പമ്പര വിഡ്ഢികൾ. അദ്ദേഹം സാധാരണ പോലെ നിൽക്കുന്നു, സാധാരണ പോലെ അദ്ദേഹം പെരുമാറുന്നു. വളരെ പരസ്യമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച്, ക്യാമറയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പെരുമാറിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു, ഒരു വികാരത്തള്ളൽ. ഈ 102 UDF MLA-മാർ ഇങ്ങ് കടന്നു വരുമ്പോൾ അതിൽ 63 പേരാണ് കോൺഗ്രസ് MLA-മാർ.
അവരിങ്ങ് കടന്നു വരുമ്പോഴുള്ള ഒരു ആവേശമുണ്ടല്ലോ, അത് ചെറിയാൻ ഫിലിപ്പിനെ മാറ്റിമറിച്ചു. ആവേശം ആകാശമുട്ട വളർന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് അടച്ചു കൂട്ടിക്കിടക്കുന്ന ഒരു തറവാട്, ഒരു മുടിഞ്ഞ തറവാടായിരുന്നു ആ KPCC ആസ്ഥാനം. അതിൻ്റെ മുന്നിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ആരെങ്കിലും ചെന്നാൽ അകത്തെ ദയനീയത കണ്ട് അവർ അപ്പം തന്നെ സ്ഥലം വിടും. ഞാൻ നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണല്ലോ, എത്രയോ വട്ടം ഞാൻ വാഹനം ഓടിച്ച് വരുമ്പോൾ അകത്തേക്ക് നോക്കും, ഒരാളും ഇല്ല, ഒരു ചുടുകുഞ്ഞു പോലും അവിടെ ഇല്ല. പക്ഷേ ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി മുതൽ അങ്ങോട്ടേക്ക് ഒന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല, അത്ര ജനനിബിഡമാണ്. അപ്പം ഈ ആളും ആരവവും ആവേശവും വിജയവും ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പാവം ചെറിയാൻ ഫിലിപ്പ് ഒന്നും മതിമറന്നുപോയി. അതാണ് വാസ്തവം, അതിലപ്പുറം ഒന്നുമില്ല അതിൽ. ഇവിടെ ഇപ്പോൾ സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ചെറിയാൻ ഫിലിപ്പ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന്. പൊതുവേ നമ്മുടെ വാർത്തകൾക്ക് താഴെയൊക്കെ സാറിന് നേരെ ഒരു വലിയ വിമർശനം വരാറുള്ളത് സാർ ഇതുപോലെ അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, ആ സമയത്ത് സോയിമോൻ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നുള്ളത് ചിലപ്പോഴങ്ങ് മറന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ സാറ് സ്ഥിരം പഴി കേൾക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറുനാടൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഷാജൻ സ്കറിയുടെ കാര്യം വരുമ്പോൾ സോയിമോൻ ചാടി ഇറങ്ങും എന്നുള്ളൊരു വലിയ വിമർശനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നാറില്ല? ഇല്ല, ഞാൻ മാധ്യമ പ്രവർത്തകനൊപ്പം ഒരു മനുഷ്യൻ കൂടിയാണ്. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടത് മനുഷ്യപ്പറ്റ. നമുക്ക് സത്യം പറയാൻ പേടിക്കേണ്ടതില്ല. ഒരു സുഹൃത്തായി എന്നതിൻ്റെ പേരിൽ നമ്മൾ അവരെ കരിവാരി തേച്ചിട്ടല്ല നമ്മൾ സമൂഹത്തിലുള്ള കരുത്ത് കാണിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പിനെ ഞാൻ സുഹൃത്തായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ്, അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടുമല്ല. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് ചാടി തിരികെ വന്നു എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ടാകാം, അതിനോട് എനിക്കും പൂർണ്ണമായി യോജിപ്പില്ല. പക്ഷെ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിശുദ്ധി, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, ഇത് തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. മറ്റൊന്ന് ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ അപൂർവം ചില മാന്യന്മാരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അതെനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്ന് വാർത്തകളിൽ പോലും പറയുന്നത്, അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ പറയുന്നത്. ആ ബോധ്യത്തിന് ഒരിക്കലും ഒരു വിള്ളൽ വീണിട്ടില്ല ഇന്ന് വരെ. കാരണം എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാന്യത, ഇടപെടലുകളുടെ ഒരു സുതാര്യത. മറ്റൊന്ന്, ആളുകൾ വിമർശിക്കുന്നത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വത, അദ്ദേഹത്തിൻ്റെ ഇപ്പം പിതാവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഗസി, എത്രമാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്താനുള്ള പ്രാഗൽഭ്യമുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ പലവിധ സംശയങ്ങൾ ഉയരും, ചോദ്യങ്ങളും ഉയരും. അതൊക്കെ രാഷ്ട്രീയമാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ കണ്ടാൽ മതി. വ്യക്തിപരമായി നോക്കുമ്പോൾ എനിക്ക് മുന്നിൽ രാഷ്ട്രീയ മാന്യതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. മറുനാടൻ ഷാജൻ, അത് സഹജീവിയോടുള്ള ഒരു സ്നേഹമാണ്. നമുക്കൊപ്പം പ്രത്യക്ഷത്തിൽ പൊരുതുന്ന, മാധ്യമങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറുനാടൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരാളെ അന്യായമായി വേട്ടയാടാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഷാജൻ്റേതായ ഒരു ശൈലിയുണ്ട്. ഷാജൻ്റെ വാർത്തകളെല്ലാം ഞാൻ അനുകൂലിക്കാറില്ല, പക്ഷെ അതിനോട് തന്നെ പറയാറുണ്ട്. പക്ഷേ ഷാജനെ അന്യായമായി വേട്ടയാടുമ്പോൾ, രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിൽ പഠിച്ച് ജയിലിലിടാൻ നോക്കുമ്പോൾ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യണം, നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ പറയണം. അതല്ലാതെ അതിലൊക്കെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ചേർത്ത് വെച്ച് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതിലൊന്നും ഒരു കഥയില്ല. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാന്യതയാണ്. ആ മാന്യത പുലർത്തിയില്ലെങ്കിൽ നമ്മളല്ല. മറ്റുള്ളവർ ചീത്ത പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഹസിക്കും എന്നതിൻ്റെ പേരിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമ്മൾ തള്ളി പറയേണ്ടതൊന്നുമില്ല. ഇനി നാളെ ഒരിക്കൽ ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ കാര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചാൽ അതിനെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കും, അതിലൊരു സംശയവുമില്ല. സൗഹൃദം വേറെ, വാർത്ത വേറെ. ഇവിടെ നമ്മളിപ്പോൾ ഈ ചെറിയാൻ ഫിലിപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായ, അത് അദ്ദേഹത്തിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടായതല്ല എന്ന് സാർ അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ പറയുന്നു. കാരണം അദ്ദേഹത്തെ അത്രത്തോളം സാറിന് അറിയാം. പക്ഷേ ഈ പറയുന്ന പൊതുമണ്ഡലത്തിൽ ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതല്ലേ? ഈ രാഷ്ട്രീയക്കാർക്ക് ഈ ഒരു പക്വത വളരെ കുറവാണ്. ഈ മുതിർന്ന നേതാക്കളാണെങ്കിലും പലപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു കടിഞ്ഞാണങ്ങ് പോകും. ഈ രണ്ടാമത്തെ ഒരു ആക്ഷൻ അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ആദ്യം ഹഗ് ചെയ്യാൻ ചെന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അതിപ്പോൾ ഒരു പൊതുമധ്യത്തിൽ
അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അതെല്ലാം വിമർശിക്കപ്പെട്ടത് പക്ഷെ അവർ പിന്മാറുമ്പോൾ വീണ്ടും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ ഒരു ആവേശത്തിൽ സംഭവിച്ചു. തന്നെയല്ല, ഷാനിമോൾ ഉസ്മാനൊക്കെ അവരുടെ അടുത്തേക്ക് പോകുന്നു, അതിനുശേഷം രമ്യ ഹരിദാസിന്റെ അടുത്തേക്ക് പോകുന്നു. ഇവരൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന്. ഇതൊരു പഴയകാല തലമുറയല്ലേ. ഇതിനൊക്കെ നമ്മളൊരു മോശം ഭാഷയിൽ അങ്ങ് വിലയിരുത്തുന്നത് എന്ത് ക്രൂരം നേതാക്കളായിരുന്നു സാറിത് പറയുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ അധികം വീഡിയോ ഒന്നും ചെയ്യാറില്ലല്ലോ. ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അങ്ങനെ ഒരു അത്തരം വീഡിയോകൾ നമ്മൾ അധികം ചെയ്യാറില്ല. അത്തരം വാർത്തകളിൽ അഭിരമിക്കാറുമില്ല. വലിയൊരു സോഷ്യൽ ഇഷ്യൂ ഒക്കെ ആയി ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രതികരിച്ച് രംഗത്തിറങ്ങാറുള്ളൂ. സുരേഷ് ഗോപിയുടെ അന്നത്തെ ആ സംഭവത്തിലും നമ്മളന്ന് സുരേഷ് ഗോപിക്ക് അനുകൂലിക്കുകയല്ല, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയാണെന്ന് ജനത്തോട് പറഞ്ഞത്. സുരേഷ് ഗോപിയെ ഒരു തലത്തിൽ നമ്മൾ അനുകൂലിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഒരു ഡീസൻസി, ഒരു വാർത്തകൾ അവതരിപ്പിക്കുന്ന ഡീസൻസി വേണം. ഈ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട്, കയ്യടിക്ക് വേണ്ടി നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ നശിപ്പിക്കരുത്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ ഒരു പ്രശ്നത്തിൽ കൂടി നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ടതായിട്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കാണാൻ ആൾക്കാർ നിൽക്കുന്നില്ല. അതിനു മുൻപ് തന്നെ അവരെ അങ്ങ് തല്ലിക്കൊല്ലുക, കുഴിച്ചു മൂടുക എന്ന നിലപാടാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു വൈറാലിറ്റി ഉണ്ട്. 1 100 100 1000 10,000 ലക്ഷമായി അങ്ങനെ അങ്ങ് പറക്കുമല്ലേ. ഇതിനിടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം എന്താ പറയുന്നത്, എഴഞ്ഞു ചെല്ലുമ്പോഴേക്കും കള്ളം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി വരുമെന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുള്ളൂ. ചെറിയാൻ ഫിലിപ്പ് പാവം കേട്ടോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. അദ്ദേഹം ഇതൊക്കെ ഗൗനിക്കാതെ നല്ല സന്തോഷത്തോടെ വീണ്ടും വർദ്ധിത ആവേശത്തോടെ പുറത്തേക്ക് ഇറങ്ങട്ടെ. വീട്ടിൽ അടച്ചുപൂട്ടി ഇരിക്കരുത് ചെറിയാൻ ഫിലിപ്പ് എന്ന് മാത്രമേ നമുക്ക് പറയാറുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് ഒരു പിഴവ് പറ്റിയതല്ല. കാരണം അദ്ദേഹം ഒരു മോശം രീതിയിലല്ല ബിന്ദു കൃഷ്ണയൊക്കെ ഹഗ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷത്തിൽ പറ്റിപ്പോയതാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ കടന്നാക്രമിച്ചു എന്നുള്ള ഒരു ഇപ്പോൾ അത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന വീഡിയോകൾ, അതിൻ്റെ വൈറാലിറ്റി, അത് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഒരു പാരമ്പര്യവും അവിടുത്തെ കോൺഗ്രസ് UDF നേതാക്കളുമായിട്ടുള്ള ഒരു ആത്മബന്ധവും ഒക്കെയാണ് ആ സമയത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് അടച്ചുപൂട്ടിയിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആത്മഹത്യ ചെയ്യരുത്. അത് 2 തരത്തിലാണ്. ഒന്ന്, ആത്മഹത്യ ചെയ്യരുത്, രാഷ്ട്രീയ ആത്മഹത്യക്കും മുതിരരുത്. എന്തായാലും കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.